ഒരൊറ്റ കാൽവയ്പിൽ മോദി കോട്ടയായ ഗുജറാത്തിനെ ഇളക്കിമറിച്ചു യൂസഫ് അലി. മലയാളികൾക്ക് അഭിമാനകരമായ നിമിഷം. സത്യം പറഞ്ഞാൽ അത്ഭുതത്തോടെ നമ്മളിപ്പോൾ ഉറ്റുനോക്കുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്കാണ്. മോദിയോടൊപ്പമുള്ള ചിത്രങ്ങളുമായി യൂസഫ് അലി സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുകയാണിപ്പോൾ. 3000 കോടിയുടെ വലിയ പ്ലാനുമായിട്ടാണ് ഗുജറാത്തിലേക്ക് യൂസഫ് അലി കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ മോദിക്ക് നോ എന്നൊരു ഓപ്ഷൻ മുന്നിലുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം നിർമ്മല സീതാരാമന്റെ റെക്കോർഡിട്ട ബജറ്റിൽ പറയുന്നത് പോലെ 2047ഓടെ ഈ രാജ്യം വികസിതമാവണമെങ്കിൽ യൂസഫ് അലിയെ പോലുള്ളവർ മുമ്പിലുണ്ടാവണം. ഈ കാര്യം തുറന്നു പറയുന്നുണ്ട് യൂസഫ് അലി. ഇന്ത്യയെ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കാനുള്ള യാത്രയിൽ പങ്കാളിയാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന ഒറ്റ വരിയിൽ എന്താണ് താൻ ഇനി അങ്ങോട്ട് ചെയ്തു വെക്കുന്നത് എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ ഉറപ്പിച്ചു വെക്കുക കൂടി ചെയ്യുന്നുണ്ട് യൂസഫ് അലിയും ലുലു ഗ്രൂപ്പും. പറഞ്ഞു വരുന്നത്, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയിലും തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയാണ് ലുലു ഗ്രൂപ്പ്. അഹമ്മദാബാദിനും വിശാഖപട്ടണത്തിനും പുറമെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലും ലുലു ഗ്രൂപ്പ് പുതിയ മാൾ സ്ഥാപിക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാളാണ് അഹമ്മദാബാദിൽ നിർമ്മിക്കുന്നത്. നാഗ്പൂരിൽ പുതിയ മാൾ തുടങ്ങുന്നത് സംബന്ധിച്ചുള്ള പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാനും MD-യുമായ MA യൂസഫ് അലി തന്നെ വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം തന്നെ വിശാഖപട്ടണത്ത് ഷോപ്പിംഗ് മാളുകൾ സ്ഥാപിക്കുന്നതിന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു നൽകിയ പിന്തുണയ്ക്ക് MA യൂസഫ് അലി വലിയ നന്ദി അറിയിക്കുകയും ചെയ്തു. അതേസമയം ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാര നിക്ഷേപ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ച യൂസഫ് അലി ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം സഹോദര തുല്യമാണ്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ വിമാനത്താവളത്തിൽ ഖത്തർ അമീറിനെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തി വ്യക്തമാക്കുന്നുവെന്നും യൂസഫ് അലി അഭിപ്രായപ്പെട്ടു.